ചൂടാകുമ്പോഴത്തേന് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കാമോ പറഞ്ഞു. ജസ്റ്റ് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി ഇടുക. ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇട്ടതിന് ശേഷം കോഡ് വയർ നമ്മൾ കോഡ് വയർക്ക് ഓക്കെയാണ്, വർക്കിംഗ് ആണ്. നമുക്ക് ഫേസും കാര്യങ്ങളും അത് നോക്കാം. നമുക്ക് കപ്പാസിറ്ററിൽ നിന്ന് വരുന്നൊരു ഫേസാണ് നോക്കേണ്ടത്. കപ്പാസിറ്ററിൽ നിന്ന് വരുന്നൊരു ഫേസ് ഫ്യൂസിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. കപ്പാസിറ്ററിൽ വരുന്ന ഫ്യൂസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫ്യൂസ് പോയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, കാണുന്നില്ല. ഫ്യൂസ് കംപ്ലൈൻ്റ് ആണ്. ഫ്യൂസ് നമുക്ക് വേറെ ഫ്യൂസ് മാറ്റിയിട്ട് കൊടുത്ത് ഇത് വർക്ക് ചെയ്യണം. പിന്നെ മാഗ്നട്രോൺ കുഴപ്പമില്ല, ഡയോഡ് കുഴപ്പമില്ല. ഡയോഡ് റീഡിങ് നോക്കുമ്പോൾ ഡയോഡ് ഓക്കെയാണ്. ഇത് മാഗ്നട്രോൺ പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് മാഗ്നട്രോൺ ഷോർട്ടും ഇല്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. മാഗ്നട്രോൺ ബോഡി തമ്മിൽ ഷോർട്ടില്ല. നമുക്കിതിൽ ഫ്യൂസ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തൽക്കാലം ഫ്യൂസ് മാത്രം മാറ്റിയിട്ട് ഇത് വർക്കിംഗ് ആയിരിക്കും. ഇതിൽ നമുക്ക് കപ്പാസിറ്റർ പോയിട്ടുണ്ട് നോക്കാം. മൾട്ടിമീറ്റർ എടുത്തിട്ട് കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടോ നോക്കാം. കപ്പാസിറ്റർ ഷോർട്ടാണ്. ഇത്ര റീഡിങ് കപ്പാസിറ്റർ കാണിക്കാൻ പാടില്ല. ഫ്യൂസ് പോയിട്ടുണ്ട്, പ്ലസ് കപ്പാസിറ്ററും വീക്കാണ്. ഡയോഡ് വേറെ എടുത്തിട്ട് കപ്പാസിറ്റർ മാത്രമായിട്ട് നോക്കുക. കപ്പാസിറ്റർ മാത്രം കൈ പിടിച്ചിട്ട് കപ്പാസിറ്ററിൻ്റെ റീഡിങ് ജസ്റ്റ് 1K 10K ഇട്ടിട്ട് ജസ്റ്റ് ഇത് ഷോർട്ടാണ്. കപ്പാസിറ്റർ ഗംഭീര ഷോർട്ടാണ്. അതിന് ഷോർട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, കപ്പാസിറ്റർ ഷോർട്ടാണ്, അതുകൊണ്ട് ഫ്യൂസും പോയിട്ടുണ്ട്. നമുക്ക് ഫ്യൂസും കപ്പാസിറ്ററും മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് ക്ലിപ്പാണ്, നമുക്ക് ജസ്റ്റ് വെച്ചിട്ട് പോലും. ഇതെന്താ വെച്ചാൽ കപ്പാസിറ്റർ ഷോർട്ടാണ്. നമുക്ക് ഇത്രയും ഷോർട്ട് കാണിക്കുന്നെങ്കിൽ തന്നെ ഇത് ഷോർട്ടാണ്. ഫുൾ റൈഡിങ് കാണിക്കുന്നുണ്ട്. X1 ഇട്ടാലും 10X ഇട്ടാലും ഫുൾ റൈഡിങ് കാണിക്കുന്നുണ്ട്. ഇത് ഫുൾ റൈഡിങ് ഒരിക്കലും കാണിക്കരുത്. വളരെ നേരത്തെ ഒരു ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ ചെറിയൊരു വോൾട്ടേജ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഇത് ഫുൾ റൈഡിങ് കാണിക്കുള്ളൂ. കപ്പാസിറ്റർ ഷോർട്ടാണ്. നമുക്ക് കപ്പാസിറ്റർ പുതിയതിടണം. അതേപോലെ തന്നെ അതിനോട് കൂടിയിട്ട് ഫ്യൂസും നമുക്ക് പോയിട്ടുണ്ട്. ഫ്യൂസും കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഡയോഡ് ഷോർട്ടില്ല, ഡയോഡിന് കുഴപ്പമില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് ഫ്യൂസും ചേഞ്ച് ചെയ്താൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറുന്നതാണ്. പിന്നെ ഹീറ്റ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നം മാഗ്നട്രോൺ കംപ്ലൈൻ്റ് ആയാൽ ഫ്യൂസ് ഹീറ്റ് ആവില്ല. നെബുലർ ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വന്നാലും ഹീറ്റ് ആവില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് കപ്പാസിറ്ററും നമുക്ക് ഫ്യൂസും ചേഞ്ച് ചെയ്താൽ ഈ കംപ്ലൈൻറ്റ് സോൾവ് ആവുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മൾ വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്ത് നോക്കാം. ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. നമുക്ക് ജസ്റ്റ് പ്ലഗ് ഒന്ന് ടൈറ്റ് ചെയ്യാം. കപ്പാസിറ്റർ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതിനാണ് പ്ലഗ് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലഗ് നമുക്ക് കപ്പാസിറ്റർ ഡയോഡ് സൈഡിൽ ഡയോഡ് കൊടുക്കുക. ഡയോഡിൻ്റെ കണക്ഷൻ ഇട്ടിട്ട് പിന്നെ ട്രാൻസ്ഫോമറിന് അതേ ലൈനിൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് കണക്ഷൻ. ജസ്റ്റ് നമുക്കത് ഊരിയിട്ടാകും. എല്ലാൻ്റെ ഓപ്പോസിറ്റ് വരെ അത് ഉള്ളിലേക്ക് വരുന്നത് ഈ കണക്ഷൻ. ജസ്റ്റ് ഒന്ന് വയ്ക്കുക. ട്രാൻസ്ഫോമർ ലൈൻ കപ്പാസിറ്ററിൻ്റെ ഒരു പോയിന്റിൽ കൊടുക്കുക. ഡയോഡിൻ്റെ ലൈനും ആ ഒരു പോയിന്റിൽ തന്നെ കൊടുക്കുക. ഒരു
ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നത്. കൊടുത്തതിന് ശേഷം പിന്നെ മറ്റേ പോയിന്റിൽ ഒരൊറ്റ ഫ്യൂസ് മാത്രം കൊടുത്താൽ മതി. നേരിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് വരുന്നത് ഫ്യൂസ് നമ്മൾ ലോക്ക് ചെയ്യാറടിക്ക്. ഓക്കെ, ഇത് കൊടുക്കുക. ഫ്യൂസിൻ്റെ ഉള്ളിലാണ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുക. പിന്നെ വലിയ അതേപോലെ തന്നെ കൊടുത്താൽ മതി. പിന്നെ ലോക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് ഇടുക. ലോക്ക് ചെയ്താൽ തന്നെ ഓൾറെഡി ഓക്കെ. നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വർക്കിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവൻ ഹീറ്റ് ആവാത്തൊരു കംപ്ലൈൻറ്റ് കൊണ്ട് ഓവനിൽ നിന്ന് കപ്പാസിറ്ററും ചേഞ്ച് ചെയ്ത് ഫ്യൂസും പോയിൻ്റ് ആയിരുന്നു. ഈ രണ്ടും ചേഞ്ച് ചെയ്ത് കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ചിലതിന് ഫ്യൂസ് പോകും, ചിലതിന് മാഗ്നറ്റും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതിന് മാഗ്നറ്റും നോക്കിയാണ് കപ്പാസിറ്ററും ഫ്യൂസും ഒക്കെ ഇതിന് മാറ്റിയിരിക്കുന്നത്. വേറെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. നമുക്കത് എപ്പോഴും മാഗ്നട്രോൺ ചെക്ക് ചെയ്യുമ്പോൾ അടച്ച് ചെക്ക് ചെയ്യുക. കാരണം ഈ റേഡിയേഷനുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നട്രോൺ നമുക്ക് ഊരിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബോഡി എന്തായാലും അടച്ച് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ബോഡി അടച്ചിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ബോഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് തണുത്ത വെള്ളമാണ്, ചൂടില്ല, തണുത്ത വെള്ളമാണ്. ജസ്റ്റ് വെച്ചു. ജസ്റ്റ് നമുക്ക് ചെയ്തിട്ട് വർക്കിംഗ് നോക്കാം. ഇതിൽ ക്ലിയർ ചെയ്ത് 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ് സെറ്റ് ചെയ്താൽ മതി. സ്റ്റാർട്ട് കൊടുക്കുക. നമുക്ക് വർക്ക് ചെയ്യാൻ ഫീൽ ചെയ്യാം. ഇതിൽ നമുക്ക് കറങ്ങുന്നുണ്ട്, മോട്ടർ കറങ്ങുന്നുണ്ട്. എല്ലാം വർക്കിംഗ് തന്നെയാണ്. മുന്നേ വർക്കിംഗ് തന്നെയായിരുന്നു. ഹീറ്റിന് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് വാട്ടർ ഹീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഒക്കെ 30 സെക്കൻഡ് വെച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ തന്നെ ഹീറ്റായോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് നമുക്കിപ്പോൾ 50 മിനിറ്റ് ആയി. ജസ്റ്റ് നോക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഷാർപ്പിൻ്റെ മൈക്രോവേവ് ആണ്, ചെറിയ ടൈപ്പ് മൈക്രോവേവ് ആണ്. കംപ്ലൈൻ്റായി വന്നിരിക്കുന്നത് ഹീറ്റ് ആവുന്നില്ല പറഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ റീഡിങ് നോക്കിയപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് മനസ്സിലായത് കപ്പാസിറ്റർ ഷോർട്ടുമാണ്, ഫ്യൂസ് പോയിട്ടുണ്ട്, ഡയോഡും മാഗ്നട്രോണും ഓക്കെയാണ്. അതുകൊണ്ട് നമുക്കത് ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഈ 4 കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ആദ്യം കംപ്ലൈൻറ്റ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് നോക്കി എപ്പോഴും ബോഡി അടച്ചിട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണ്.